ടോപ്പിക് നമ്പർ 3 നമ്മുടെ യുഎസിന്റെ ഡൊണാൾഡ് ജെ ട്രംപ്. സോ പുള്ളിയുടെ ട്വീറ്റുകൾ പവർഫുൾ ഒരു രാജ്യത്തിന്റെ ലീഡർ പറയുക ഒരു സിവിലൈസേഷൻ ഫുള്ള് ഞാൻ ഇല്ലാണ്ടാക്കുന്നു. അതിട്ടിട്ട് അതിന്റെ പിറ്റേ ദിവസം പുള്ളി അടുത്ത് ട്വീറ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നുള്ള സാധനം അവർ തിരിച്ചിതിന് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലെ 50% ലബോ ആൾക്കാർക്ക് പിള്ളേരുടെ അപ്പനാരാന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ആരാ ബാസ്റ്റേഴ്സ്, ഞങ്ങളാണോ നിങ്ങളാണോ? ആൾക്കാരെ മണ്ടന്മാരാക്കാൻ വേണ്ടി ഇടുന്നതാണോ എന്ന് തോന്നി. പക്ഷെ ഇപ്പൊ മനസ്സിലായി വാർ നോക്കുന്നുണ്ടാവും. ഒഫീഷ്യലി വെൽക്കം ബാക്ക്. എപ്പിസോഡ് നമ്പർ 14. ഞാൻ 14 എന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. നമ്മൾ ഒരു വേണ്ടി അടിച്ച് നോക്കണം. 14 എപ്പിസോഡ് നമ്പർ 14. എപ്പിസോഡ് നമ്പർ 14, ലൈവ് നമ്പർ 5. നമ്മുടെ യുഎസിൻ്റെ ഡൊണാൾഡ് ജെ ട്രംപ്. സോ പുള്ളിയുടെ ട്വീറ്റുകൾ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന ട്വീറ്റുകളും പിന്നെ ഇവിടെ ഓൾ ടൈം ട്വീറ്റുകൾ. അപ്പോൾ ഈയിടയ്ക്ക് പുള്ളിക്ക് ഇടുന്ന സംഭവം ഇപ്പോൾ ഈ ഇന്നലെ ഒരു ഇപ്പം ഞങ്ങൾ ടോപ്പിക്കിലുള്ള ട്വീറ്റ് അല്ല, അതിനല്ലാതെ വേറൊരു ട്വീറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ പുള്ളിയുടെ ബേസിലുള്ള ആൾക്കാരെ ഫുള്ള് കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പുള്ളിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ ഫുള്ള് പറഞ്ഞിട്ട്, നമ്മുടെ കാൻഡസ് ഓവൻസ് ആണെങ്കിലും നമ്മുടെ ടക്കർ കോൾസൺ, പിന്നെ മറ്റേ ഒരു വണ്ണോള പുള്ളിയുടെ പേരെന്തായിരുന്നു, ബട്ട് ബേസിക്കലി അലക്സ് ജോൺസ്. സോ ഇങ്ങനത്തെ ഇതൊക്കെ അലക്സ് ജോൺസ് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ഹാർഡ് കോർ സപ്പോർട്ടറാണ്. അപ്പോൾ റീസെൻ്റ്ലി പുള്ളി എന്തോ ഒന്ന് കുറ്റം പറഞ്ഞു, അതിനെ പുള്ളി എന്താ പറയുന്നത് വെട്ടി സ്വത്ര അത്രയും അങ്ങനെ കുറേ ട്വീറ്റുകളുണ്ട്. അപ്പോൾ അതാണ് ഈ ടോപ്പിക്ക്. അപ്പോൾ ഇതിന് ബാക്കി സംഭവം വൈശാഖ് പറയാം, കാരണം വൈശാഖിൻ്റെ ടോപ്പിക്ക് അത് ഏതാ ഇല്ല. ഞാൻ മെയിനായിട്ട് മറ്റേ ഇതിന്റെ കാര്യം പറഞ്ഞു. ആ സ്ട്രീറ്റ് ഓഫ് കോമേഴ്സ് തുറക്ക് യു ഫക്കിംഗ് ബാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈസ്റ്ററിനെന്ന്. സോ അത് ഭയങ്കര കോൺട്രവേഴ്സി ആയിരുന്നു. അത് പുള്ളിയാ ചെയ്ത് ഭയങ്കര ഷോക്കായി പോയെന്നുള്ള രീതി. അത് കഴിഞ്ഞിട്ട് ഒരു ട്വീറ്റ് ഇട്ടായിരുന്നു, നിങ്ങളെന്താ പീസിന് തയ്യാറല്ലെങ്കിൽ ഒരു ഇറാൻ ഒരു ഫുൾ സിവിലൈസേഷൻ ഫുൾ എൻഡ് എന്ന് പറഞ്ഞിട്ട് വേറെ ലെവൽ. അതൊക്കെ ആലോചിച്ച് നോക്കണം. ഒരു ഇത്രയും പവർഫുൾ ഒരു രാജ്യത്തിന്റെ ലീഡർ പറയുക ഒരു സിവിലൈസേഷൻ ഫുള്ള് ഞാൻ ഇല്ലാണ്ടാക്കുന്നു. അതൊക്കെ എന്തൊരു ലെവലുള്ള, ഞാൻ വേറെ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ജീവനുള്ള കാലത്ത് ഞാൻ ഇതുവരെ ഇങ്ങനൊരു സാധനം ഒരു ലീഡറിൽ നിന്ന് കേട്ടിട്ടില്ല. ഇത്ര ഒരു കൈവിട്ട് പോയതിന്റെ തോന്നുന്നു ആ തെറിയെല്ലാം കൂടെ എടുത്ത് വന്നു. അപ്പോ തോറ്റു എന്നുള്ളവരും തുടങ്ങിയ ഒന്നാം ദിവസം അതിട്ടിട്ട് അതിന്റെ പിറ്റേ ദിവസം പുള്ളി അടുത്ത് വീട്ടിട്ട് നമ്മൾ സംസാരിക്കാൻ പോവാണ്. മറ്റേ 48 മണിക്കൂർ കഴിയാറായപ്പോൾ എല്ലാവരും നോക്കിയിരിക്കും. 48 മണിക്കൂർ കഴിയാറ് എന്ത് നടക്കും. അപ്പത്തേക്കും വന്നു 48 മണിക്കൂർ കഴിയാറെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല, നമ്മൾ സംസാരിക്കാൻ പോവാന്നുള്ള സാധനം. പക്ഷെ അതാ പറഞ്ഞ ഔട്ട് ഓഫ് ദ ഇമ്പൾസിൽ അങ്ങനെ ഒരു സാധനം ഇടുക എന്ന് പറയുമ്പോഴത്തേക്ക് അതുകൂടെ നിനക്ക് എന്താ ഒപ്പീനിയൻ? ആ ഒരു പർട്ടിക്കുലർ ട്വീറ്റ് അത് ഭയങ്കര ഷോക്കായി പോയെന്നാണ് എനിക്ക് പറയാം. സോ ആ ഒരു ട്വീറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണാത്തവർക്ക് വേണ്ടി ഒന്ന് വായിച്ചേപ്പിക്കാം. Tuesday will be the power plant day and bridge day, all wrapped up in one in Iran. This will be nothing like it. Open the effing straight, you crazy peep, and you will be living in hell. Just watch. Praise be to Allah, President Donald J. Trump. So ഇതിന് നിനക്ക് തോന്നുന്ന അത് ഭയങ്കര ഷോക്കായി പോയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് തുറക്കാന്നുള്ളതല്ലായിരുന്നു ഈ വാറിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞ സാധനം. അവസാനം അവിടെ വരെ എത്തി, ഒന്നും നടക്കാത്തൊരവസ്ഥയായി. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടൊരു മനുഷ്യൻ ഔട്ട് ഓഫ് അതും ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇത്ര പവറിലിരിക്കുന്ന ഒരാൾ, ഇത്ര റെസ്പെക്റ്റ് ഉള്ള ഒരാൾ ചുമ്മാ വന്നിട്ടൊരു രാജ്യത്തെ ആൾക്കാർ. പക്ഷെ അവർ തിരിച്ചിതിന് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമേരിക്കയിലെ 50% ലബോ ആൾക്കാർക്ക് പിള്ളേരുടെ അപ്പനാരാന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ആരാ ബാസ്റ്റേഴ്സ്, ഞങ്ങളാണോ നിങ്ങളാണോ എന്ന് ഇറാൻ ഒഫീഷ്യലി ഇതിന് തിരിച്ചു കൊടുത്തതാണ്. സോ പക്ഷെ അതാ പറഞ്ഞത്, അത് ഭയങ്കര ഷോക്കായി പോയി. അത് പുള്ളി ഇങ്ങനെ പറയും, പുള്ളി അങ്ങനെ ചെയ്യുന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ആ ഒരു ഇമ്പൾസിൽ പുള്ളിയെ പറഞ്ഞത് ഇത് കഴിഞ്ഞ് പറഞ്ഞ കാര്യവും, പിന്നെ ആ ഒരു ഫുൾ സിവിലൈസേഷനെ എൻഡ് ചെയ്ത് കളയും. അതിൻ്റെ അടിയിലും പുള്ളി ഇതുപോലെ തന്നെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അടിയിലെന്തോ ബ്ലാ ബ്ലാ പറഞ്ഞ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിന്നിട്ടുണ്ട്. പക്ഷെ അത് ബെൻസ്ബർഗ് എന്താ തോന്നുന്നത്? ഞാൻ ആദ്യം സത്യം കണ്ടപ്പോൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പുള്ളി എനിക്ക് ആദ്യം തോന്നി ഇപ്പോൾ വാറ് തോറ്റതിൻ്റെ ദേഷ്യമായിരിക്കും കൊണ്ട് ഇങ്ങനെ കിട്ടുന്നതായിരുന്നു തോന്നി. പിന്നെ എനിക്ക് തോന്നി ഇത് ഇനി പുള്ളിയുടെ രീതി അറിയാമല്ലോ, എന്തുകൊണ്ടല്ലെങ്കിൽ എക്സ്ട്രീം പോകുന്ന ഒരു അത് ജസ്റ്റ് ആൾക്കാരെ മണ്ടന്മാരാക്കാൻ വേണ്ടി ഇടുന്നതാണോ എന്ന് തോന്നി. പക്ഷെ ഇപ്പം മനസ്സിലായി വാർ നോക്കുന്നുണ്ടാന്ന്. കറക്റ്റ്. സോ ഇതിൽ എനിക്കിപ്പോൾ ട്രംപിനെ സംബന്ധിച്ച ട്രംപിൻ്റെ സംഭവങ്ങൾ, ഇപ്പോൾ പുള്ളി പറയുന്ന സംഭവങ്ങൾ നമ്മൾ ഫോക്കസ് ആകുമ്പോൾ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആകും. കാര്യം പുള്ളി എന്താ പറയുന്നത്, പുള്ളി ഒരു ഷോമാനാണ്. കാര്യം പുള്ളി ഇതിലേക്ക് നമ്മുടെ പൊളിറ്റിക്സ് വരുന്നതിന് മുമ്പേ പുള്ളി വൺ ഓഫ് ദി നമ്പർ 1 ഷോയിലെ വൺ ഓഫ് ദി നമ്പർ 1 ഹോസ്റ്റ് ആയിരുന്നു. നമ്മുടെ എന്തായിരുന്നു എനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, ബട്ട് ദെൻ സോ അതായിരുന്നു പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ പിന്നെ പുള്ളിക്ക് അറ്റൻഷൻ എനിക്ക് തോന്നുന്നത് യുഎസിൽ പുള്ളിനെ പോലെ ഗ്രാബ് ചെയ്യാൻ അറിയാവുന്ന ആളില്ല. ഇങ്ങനെ സംഭവങ്ങളൊന്നും ഒബിയസ്ലി ഒട്ടും പ്രസിഡൻഷ്യൽ ഇല്ല. പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത്, കാര്യം നമുക്ക് പല ആൾക്കാർ പല രീതിയിലുണ്ട് നെഗോഷിയേറ്റ് ചെയ്യാനായിട്ട്. ട്രംപിൻ്റെ എനിക്ക് തോന്നുന്നത്, പുള്ളി ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്, ആർട്ട് ഓഫ് ദി ഡീൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷേ ഇത് കാണുമ്പോൾ തോന്നുന്നു ഇത് എന്ത് നെഗോസിയേഷനാണ് സംഭവം എന്ന് തോന്നുന്നു. പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ടാക്ടിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ
ഈ ഇലക്ഷൻ ഇപ്പോൾ 2024 ഇലക്ഷൻ ഓടിയപ്പോൾ പുള്ളി ഇങ്ങനെ അല്ലായിരുന്നു. പുള്ളി സംസാരിക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് തോന്നും ഓക്കെ വിവരമുണ്ട്, അങ്ങനെയാണല്ലോ ആൾക്കാർ ജയിപ്പിച്ചു വിടുന്നത്. കാര്യം ആ സമയത്ത് പുള്ളി മര്യാദയ്ക്ക് സംസാരിക്കും, കുഴപ്പമില്ലാത്ത മര്യാദ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും. പിന്നെ പുള്ളി പവർ വന്നു കഴിയുമ്പോൾ പുള്ളിയുടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ടാക്ടിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ആൾക്കാർ വിചാരിക്കും പുള്ളി പ്രാന്തനാണെന്ന്, സൈക്കോ ആണെന്ന്. പുള്ളിക്ക് ഇപ്പോൾ നമ്മുടെ കാനഡനെ കുറിച്ച് പറഞ്ഞു. പുള്ളി പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് അങ്ങനെ ആരും പറയത്തില്ല. കാര്യം നോർമൽ ഇവൻ പ്രസിഡൻസ് പോട്ടെ നോർമൽ ആൾക്കാർ പോലും പറയത്തില്ല. പക്ഷേ സംഭവം വെച്ചാൽ പുള്ളിയുടെ എനിക്ക് തോന്നുന്ന പുള്ളിയുടെ സംഭവം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് തോന്നണം പുള്ളി പ്രാന്തനാണെന്ന്, പുള്ളി ചിലപ്പോൾ ചെയ്യും എന്നുള്ള തോന്നണം. പുള്ളി ഇപ്പോൾ ട്രംപ് ഒരു വാറും ചെയ്തിട്ടില്ല, ബട്ട് ദെൻ പുള്ളി ഒരു കൺട്രോള് ഇങ്ങനെ പറയുമ്പോഴത്തേനും അവർ ചിലപ്പോൾ ഓർക്കണം പുള്ളിക്ക് എന്തോ മെൻ്റലി പ്രശ്നമുണ്ട്, ചിലപ്പോൾ പുള്ളി ചെയ്ത് കളയും. ചിലപ്പോൾ പുള്ളിക്ക് കാര്യം ഏറ്റവും പവർഫുൾ ആളെന്ന് മേ ബി പറയാൻ പറ്റും ലോകത്തിൻ്റെ പുള്ളിയാണ്. അപ്പോൾ പുള്ളിയുടെ എനിക്ക് തോന്നുന്ന പുള്ളി അങ്ങനെ തോന്നിക്കാനുള്ള രീതിയും കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാർ വിചാരിക്കണം പുള്ളിക്ക് പ്രാന്താണെന്ന്. ബട്ട് അത് ബാക്ക് ഫയർ ആയി ചെയ്യുന്ന കാര്യം. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും പുള്ളിയുടെ കൺട്രിക്കാരാണ് വിചാരിക്കുന്നത് പുള്ളി പ്രാന്തനാണെന്ന്. പുള്ളിയുടെ സ്വന്തം ബേസാണ് പുള്ളിനെ പ്രാന്തൻ എന്ന് വിളിക്കുന്നത്. അല്ലടാ, ഈവൻ ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സപ്പോർട്ട് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം വന്നാൽ പുള്ളി നേറ്റോടൊക്കെ ഹെൽപ്പ് ചോദിച്ചു. അപ്പോൾ പുള്ളി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞുകൊണ്ടും പുള്ളി നമുക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട, നമ്മൾ സൂപ്പർ പവറാണെന്ന് പറഞ്ഞുകൊണ്ടുമാണ് ആ ഒരു ഈഗോയും കൂടെ കിടന്നുകൊണ്ടാണ് ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 50% പുറമെ ബാക്കി 50% യുഎസിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത്. നേറ്റോ ഞാൻ ഒട്ടും സപ്പോർട്ടിങ് അല്ല. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഇപ്പോൾ ട്രംപ് മോശമാണ്, ബട്ട് ദെൻ ട്രംപിനെക്കാളും വലിയ മോശമാണ് അതിലുള്ള ആൾക്കാർ. കാരണം അതിലുള്ള ആൾക്കാർ ഇങ്ങനെ ഒന്നും പറയത്തില്ല. അതിലുള്ള ആൾക്കാർ കോട്ടും സൂട്ടിട്ട് വെൽക്കം ഗൈസ് ഒന്നും മിണ്ടത്തില്ല. മിണ്ടായിരുന്നിട്ട് പൈസ അടിച്ചു മാറ്റുന്ന ആൾക്കാരാണ്. ഇത് തുറന്ന് പൈസ അടിച്ചു മാറ്റുന്ന ആൾ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. ട്രംപ് അഗൈൻ അപ്പോൾ എന്താ പറയുക, ഈ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഇതുണ്ടല്ലോ, യുദ്ധം നന്മയും തിന്മയും തമ്മിലുള്ള, ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലാണെന്ന്. ഇത് വേറൊരു ടൈപ്പ് ആൾ. അത് അതിനേക്കാളും കൂടിയ ആൾക്കാർ. അത് അവർക്ക് അറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, മിണ്ടായിരുന്ന് പൈസ ഉണ്ടാക്കി വീട്ടിൽ പോകാന്നുള്ളത്. ഇത് വേറെ ടൈപ്പ് ആൾ. അപ്പോൾ പക്ഷേ ട്രംപ് ഒക്കെ അപ്പോൾ അത് ട്രംപ് ഒരു ചില ഗ്രേ ക്യാരക്ടറായിട്ട് എനിക്ക് വന്നേക്കുന്നത്. അപ്പോൾ പക്ഷേ ബാക്കിയുള്ളവർ അങ്ങനെയല്ല. ഇപ്പം നേറ്റോയുള്ള സംഭവം ട്രംപ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നേറ്റോയിലേക്കുള്ള ഇത്രയും പൈസ നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, പൈസ എവിടെ നിന്നാണ് പോകുന്നത്, ഞങ്ങൾ ഇത്രയും പൈസ തരത്തില്ല, അങ്ങനെ കുറേ സമയം ട്രംപ് വന്നപ്പോൾ പറഞ്ഞു. ഇല്ലെങ്കിൽ എല്ലാവരും വന്നു ഓക്കെ കുഴപ്പമില്ല ഞങ്ങൾ വിടുക, എന്നിട്ട് കുറച്ചും കൂടെ ആ ഒരു ഇതിൽ പൊക്കോണ്ടിരുന്നവർക്ക് ട്രംപ് വന്നിട്ട് ഓൾ ഓഫ് സഡൻ ഇങ്ങനെ സംഭവം ചെയ്തപ്പോൾ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ പുള്ളിയാരുടെയും അങ്ങനത്തെ ആൾക്കാരുടെ ഫേവറേറ്റ് ബുക്കിലുള്ള ആൾക്കാരല്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ട്രംപിൻ്റെ സംഭവം അങ്ങനെ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പുള്ളി ഇട്ട ട്വീറ്റുകളൊക്കെ പുള്ളിയുടെ കൺട്രിയിൽ എനിക്ക് തോന്നുന്ന ഒരു 90% ആൾക്കാർ ഇപ്പോൾ ഇറോണിനെ സപ്പോർട്ടായി. പുള്ളിയുടെ സംഭവം കാര്യം അത് ഭയങ്കര വൃത്തിയായിട്ട് രീതിയിലാണ് അവർ മാർക്കറ്റ് ചെയ്തേക്കുന്നത് മാത്രമല്ല അറ്റ്ലീസ്റ്റ് നറേറ്റീവ് കൺട്രോൾ ചെയ്യാനായിട്ട് അവരൊന്നും ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൺട്രോൾ ചെയ്യാനൊന്നും ഇല്ല. ഇത് ആൾക്കാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, ലോകം ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുക. കൺട്രോൾ ചെയ്യാനൊന്നും ഇല്ല ഇതിൽ. പക്ഷേ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ സത്യം പറഞ്ഞില്ല. ഇപ്പോൾ ഇല്ലടാ, അതേപ്പം ഇറാന്റെ കേസിൽ നോക്കി, ഇറാന്റെ എവിടെ നിന്ന് പോകുന്ന ന്യൂസ് എങ്ങനെയാ ആർട്ടിക്കുലേറ്റ് ചെയ്ത് അതാണ് കൂടുതൽ ആൾക്കാർ ബോധമുള്ള രീതിയിൽ ആൾക്കാർ ഇരുന്ന ന്യൂസാണ് അവരുടെ ന്യൂസ്. ഇപ്പൊ ഇയാൾ ചുമ്മാ എന്താ പറയാ വാ തുറന്നിങ്ങനെ വളവളാന്ന് പറയുക ട്വീറ്റൊക്കെ. പക്ഷെ അവരെന്ന് പറഞ്ഞാൽ നല്ല വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നത്, എല്ലാത്തിനും നല്ല ഡീറ്റെയിൽ ആയിട്ട്. അത് കണ്ടാൽ മനസ്സിലാവും ബോധമുള്ള ആരമാണ് അവിടെ ഇരുന്നുള്ള കാര്യം മനസ്സിലാവും. അതാണ് വ്യത്യാസം. അല്ലാതെ അവർ വേറെ ഒന്നും ചെയ്തില്ല. ഇതിൽ മായൊന്നും ഇല്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചാൽ മതി. കണ്ണുള്ളവർക്ക് കാണാൻ പറ്റും, മനസ്സിലാവും എന്താ നടക്കുന്നതെന്നുള്ള കാര്യം. അത്രയൊന്നും ചിന്തിച്ചാൽ മതി. അല്ലാതെ ഇതിന്റെ പിന്നിൽ വേറെ ഒരു കളിയില്ല. അത് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. എനിക്ക് തോന്നുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട്. പുള്ളിയുടെ ഈ ട്വീറ്റിങ്ങിൻ്റെ ഒക്കെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ട്വീറ്റ് ചെയ്യുന്നൊക്കെ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് തുടക്കുകയും അടക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ അതിൽ ഇതിൻ്റെ പിന്നിൽ പുള്ളി കുറേ കാശും ഉണ്ടാക്കുന്നുണ്ട്. പുള്ളി ഈ പീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ഈയിടെ പീസിനുള്ള ടോക്ക് നടക്കുമെന്ന് പറഞ്ഞതിന് 15 മിനിറ്റ് മുമ്പേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കര ആക്ടിവിറ്റി. ആരോ കുറേ ഷെയർസൊക്കെ മേടിച്ച് കൂട്ടുക. അത് കണ്ട് ആരോ നല്ല രീതിയിൽ കാശുണ്ടാക്കിയിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ ഇതുപോലെ പണ്ടും ചെയ്തിട്ടുണ്ട്. ചൈനയ്ക്ക് ടാരിഫ് കുറയ്ക്കുന്നതിന് മുമ്പ് പുള്ളിയുടെ മോൻ കുറേ ഏതോ ഒരു കമ്പനിയുടെ കുറേ ഷെയർസ് മേടിച്ച് 150 മില്യൺ പുള്ളി സ്വന്തം മോനാണ്. ഈ ഇങ്ങനെ ആൾക്കാർ മരിക്കുന്നതിൽ നിന്ന് അയാൾ കാശ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കണം. കുറേ പേര് അവിടെ കിടന്ന് മരിക്കുന്നു. അമേരിക്കൻസ്, ഇറാനിയൻസും ഇസ്രായേലീസും കുറേ പാവപ്പെട്ടവരുടെ മരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കൂടെ ഇയാൾ കാശ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വ്യക്തിയാണ് ഇയാൾ. ഇയാൾക്കല്ല എനിക്ക് ഗ്രേസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നില്ല. ഇയാൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ബെറ്റ് ചെയ്യുന്നൊരു സംഭവം കൂടെ ഞാൻ കേട്ടായിരുന്നു. ഒരാൾ ഈ 48 hours തീരുന്നതിന് ഏതാനും മിനിറ്റ് മുമ്പ് 1.5 ബില്യണോ ബെറ്റ് ചെയ്തു. അവർക്ക് എനിക്കൊന്നും അറിയാവുന്ന ആരെങ്കിലും ഇത്രയും വലിയ എമൗണ്ട് കൊണ്ട് ബെറ്റ് ചെയ്യുമോ? ഇത്ര ചെറിയൊരു കാര്യം അവർക്കറിയാം. പുള്ളി ട്വീറ്റ് ചെയ്തതിന് മുമ്പ് അറിയുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ നൈസായിട്ട് കുറേ ഷെയർസൊക്കെ മേടിച്ചു കൂട്ടും, അവർ കാശുണ്ടാക്കും. ഇവൻ എനിക്കൊന്ന് സെക്രട്ടറി ഓഫ് വാർ പീറ്റ് ഹെഗ്സെറ്റ് പുള്ളിയുടെ മാർക്കറ്റിൽ ഇത് സംഭവം നടന്നു. ഈ ഒരു സംഭവം നടക്കുന്നതിന് കുറേ മുമ്പുള്ള പുള്ളി എന്തൊക്കെ എവിടെയൊക്കെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, അതനുസരിച്ച് നടക്കുകയും ചെയ്തു. ഇൻസൈഡർ ഇൻഫർമേഷൻ കുറേ സംഭവം പുറത്തു. ശോകമാണിത്. സംഗീൻ എന്താ തോന്നുന്നു? എനിക്ക് തോന്നുന്നത് ഇത് പുള്ളിയുടെ ട്വീറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഇതൊരു ഇപ്പോൾ ഗ്ലോബൽ സ്കെയിലിൽ പുള്ളിയിലുള്ള ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ പ്രഷറാണ്. അതിപ്പോൾ
നമുക്ക് പോലും പറയാൻ പറ്റത്തില്ല എന്ത് പ്രഷർ കൂടിയാണ് പുള്ളി ഇപ്പോൾ പോകുന്നത്. കാരണം ഇറാന് ഈ പ്രഷർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്ക് ഈ പ്രഷർ ഇല്ല. കാരണം അവർക്ക് ഒന്നുമില്ല, ദൈവം മാത്രം എന്നുള്ള രീതിയിൽ അവരിപ്പോൾ നിൽക്കുന്നത്. അവർക്കൊന്നുമില്ല അവർക്ക് പോകാനും ഒന്നുമില്ല, ജയിക്കാൻ എന്തെങ്കിലും ഉണ്ടേലേ ഉള്ളൂ. അത് കാരണം അവർ എന്താ സർവൈവൽ അവർക്ക് ജീവനാണ് അവരുടെ ഇത്. ജയിച്ചില്ലെങ്കിൽ അവരില്ല. അത് സംബന്ധിച്ച് അങ്ങനെ ഒരാൾക്കെതിരെ ന്യൂക്ലിയർ പവറിനെതിരെ അവർ പക്ഷെ അവർക്കിപ്പോൾ എന്താ, അവർക്ക് മരണം അതുമാത്രമേ ഉള്ളൂ. ഇവരൊന്നും മരിക്കില്ല എന്ന് ഇവർക്ക് അറിയാം. അപ്പോൾ ട്രംപിന് കുറേ സംഭവം കൂടെ നോക്കണം. എന്ന് വെച്ചാൽ വലിയ വലിയ കമ്പനികളുടെ എല്ലാവരുടെയും പ്രഷർ ട്രംപിനാണ്. അതെന്തിനാ അങ്ങനെ ഇങ്ങനെ ഒരു അവസ്ഥ എത്തിയത്? എങ്ങനെയാ? പക്ഷേ ഇപ്പോൾ സ്ട്രേറ്റ് ക്ലോസ് എന്നൊരു സിറ്റുവേഷൻ എത്തുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അത് ആലോചിക്കണമായിരുന്നു. അത് ആരും ആലോചിക്കാത്തൊരു കാര്യം. അത് അവരുടെ ജോഗ്രഫി അറിയാവുന്നവർക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒരു മാപ്പ് എടുത്ത് നോക്കിയാൽ മതി. അവരുടെ രാജ്യത്തിന്റെ തൊട്ടിപ്പുറത്ത് വലിയൊരു സംഭവം കിടക്കുന്നത്. ശരി, അതും ശരിയാ. ഇത്രയും അഡ്വൈസ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. ഒരു സൂപ്പർ പവറിന്റെ ആൾ ഇവർ അതാണ് കോമഡി. ഇത്രയും കരിക്കൾ നീക്കുമ്പോൾ അവർ നോക്കിയാലേ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. പക്ഷെ അവരുടെ മെയിൻ ചിലപ്പോൾ ഇതായിരിക്കും, മോട്ടീവ് ഇതായിരിക്കും. ആദ്യത്തെ ആ അറ്റാക്കിൽ തന്നെ കാമിനിനെ കൊന്ന് പുള്ളിയുടെ ഫാമിലി ഫുള്ള് തീർന്നു. നമ്മൾ അവിടെ തന്നെ വാർ തീരുമെന്നായിരിക്കും ചിലപ്പോൾ പുള്ളി വിചാരിച്ചത്. പക്ഷെ അത് മാത്രമല്ല, ഇസ്രായേൽ കയറി അവരുടെ ഏതൊക്കെ ഹയർ ഓഫീഷ്യൽസിന് കുറെ പേര് കൊന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന ആൾക്കാരെ കൂടെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഡെയിലി ഒരു ട്വീറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്ന് ഇങ്ങനെ ഇത്ര ആളെ കൊന്നു, ഇന്നയാളെ കൊന്നു. അതാണ് ഇവിടുത്തെ വ്യത്യാസം ഉണ്ട്. അവിടുത്തെ മരിക്കുമ്പോൾ ആദ്യം ടോപ്പിലുള്ളവരാണ് മരിക്കുന്നത്. പക്ഷെ ഇപ്പുറത്തെ സൈഡിൽ എന്താ എല്ലാം താഴെയുള്ളവരാണ്, മുകളിലുള്ളവരൊക്കെ അവിടെ ഇരിക്കും. അവരുടെ വാർ സ്ട്രാറ്റജി ഒരു ചെറിയ വ്യത്യാസമാണ്. അവര് വളരെ ചീപ്പായിട്ട് ഡ്രോണുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇവര് ഭയങ്കര കൂടിയ സാധനം. പക്ഷേ നല്ല രീതിയിൽ ഇത് ചൈന ബാക്ക് ചെയ്യുന്നുണ്ട്. ചൈനയുണ്ട്, റഷ്യ ഉണ്ട്. ഒരു ഡ്രോൺ അറൗണ്ട് $20,000 ഉപയോഗിക്കുന്നത്. ഈ 20,000 മിസൈലിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 30 മില്യൺ വലിയ. അവർ പക്ഷെ അത് ജോഗ്രഫിയുടെ അഡ്വാൻറ്റേജ്. അത് അവർക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് ഇരുന്നോണ്ട് സുഖമായിട്ട് അടിക്കുക വളരെ കുറഞ്ഞ ചെലവിൽ. അവർക്ക് പക്ഷേ അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് ഉണ്ട് എല്ലാം. അപ്പോ മറ്റേ കാട്, മേട്, മല, എല്ലാം ഉണ്ട് അവിടെ. ഏത് അവരുടെ ജോഗ്രഫി തന്നെ. അവര് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയ പോലെ ചുമ്മാ പോയി കയറി ഇറങ്ങി വരായിരുന്നു. പക്ഷെ ഇത് ഇറാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. അവർക്ക് എന്ന് പറഞ്ഞാൽ വലിയ മിലിറ്ററി പവറുള്ള സയന്റിസ്റ്റുകളുടെ രാജ്യം. അത് പക്ഷെ എനിക്ക് എല്ലാം ബുദ്ധിയുള്ളവരാണ്. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ആ ടോപ്പോഗ്രഫി ഫുള്ള് മാറുമ്പോ പട്ടാൾക്കാർക്ക് പോലും അറിയത്തില്ല എവിടുന്ന് വരാൻ പോകുന്നുള്ള സാധനം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇയാൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഈ ബോംബിടുന്നുള്ള ആരൊക്കെ കൊണ്ടിട്ടത് ഇസ്രായേൽ അല്ലേ. ഇസ്രായേൽ ആദ്യം ഇയാൾ ഇടണമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആദ്യത്തെ ബോംബ് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ബോംബ് എനിക്ക് രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ്. അയാൾ ഞാൻ ഇപ്പോഴും പറഞ്ഞില്ലോ, അയാൾ എത്ര തവണ പറഞ്ഞു പേടിപ്പിച്ചിരിക്കുവായിരുന്നു. ട്രംപ് വിചാരിച്ച് പേടി കേട്ട് അവര് വരുമോ. ട്രംപ് ഇസ്രായേൽ ആദ്യത്തെ ബോംബ് പൊട്ടിച്ചു. ഞാൻ പൊട്ടിക്കാൻ മനസ്സിലായി അവര് ചെയ്തില്ലെങ്കിൽ ട്രംപ് ചെയ്തില്ല എന്നുള്ള എനിക്ക് തോന്നുന്നു ഇസ്രായേൽ മനസ്സിലായി. അതുകൊണ്ട് ഇസ്രായേൽ ആദ്യം തുടങ്ങി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ട്രംപിന് സപ്പോർട്ട് വരുള്ളൂ. കാരണം ഇത് ആദ്യമുള്ള സംഭവമല്ല. ഇതാണെങ്കിൽ ഇത്രയും വർഷത്തിൽ US പ്രസിഡന്റ്സ് എല്ലാം ഉള്ള സമയത്തും നെതന്യാഹു ഇവിടെ പോകുമ്പോൾ പറയും ഇറാന്റെ ബോംബിട്, ഇറാന്റെ ബോംബിട്, ഇറാൻ ബോംബിടുന്ന് എല്ലാ തവണ മുമ്പും പറയും. പക്ഷെ അവിടുത്തെ പ്രസിഡന്റുകളെല്ലാം പറയും പറ്റത്തില്ല. എനിക്കത് ഈവൻ ജോ ബൈഡന്റെ സെക്രട്ടറി പറഞ്ഞത്, ജോ ബൈഡൻ പ്രസിഡന്റ് ആയ സമയത്ത് വരെ നെതന്യാഹുവോട് എന്ന് പറഞ്ഞു ഇറാനെ ബോംബിടണം. പക്ഷെ ജോ ബൈഡൻ പറഞ്ഞു. എനിക്ക് അതിൽ സത്യം പറഞ്ഞാൽ ജോ ബൈഡനോട് എനിക്ക് അതിൽ ഒരു അഭിമാനമുള്ള ഇതെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു, നിങ്ങൾ ആദ്യത്തെ ബോംബിടുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ വരത്തില്ല. പക്ഷെ നിങ്ങളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടോട് വരും. പക്ഷെ നിങ്ങൾ വാർ തുടങ്ങുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. ജോ ബൈഡൻ പറഞ്ഞു. ആലോചിക്കണം, നമ്മളെല്ലാവരും എനിക്ക് അത്ര വിശ്വാസമില്ല. അത് ജോ ബൈഡന്റെ സെക്രട്ടറി പറഞ്ഞ കാര്യം. ഇത് അത് കള്ളത്തരം പറഞ്ഞു. ഇനിയിപ്പോ ജോ ബൈഡന്റെ സെക്രട്ടറിക്ക് എന്ത് വേണേ പറയാലോ. പുള്ളിനെ കള്ളത്തരം പറയുന്നത്. പക്ഷെ ഇത് ഒരു സെക്രട്ടറി മാത്രമേ പറഞ്ഞത്. ഇത്രയും കാലത്ത് എല്ലാ പ്രസിഡന്റുകളും ഇവർ പറഞ്ഞിട്ടുള്ള. ട്രംപ് മാത്രമേ പക്ഷെ ഇതിന്റെ പിന്നിൽ കയറി പ്രവർത്തിച്ചുള്ളൂ. ഇറാന് ന്യൂക്ലിയർ പവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? ഓക്കെ ആണെന്ന് 100% ഓക്കെ. 100% യുഎസിന് എനിക്ക് ഓക്കെ എനിക്ക് തോന്നില്ല കേട്ടോ. അത് അവിടെ ആ കേസ് വരും. യുഎസിനല്ല ഇസ്രായേലിനാണ് കുഴപ്പം. യുഎസിന് എന്ത് കുഴപ്പം? ഇവിടെ ഇറാൻ ഇവിടെ യുഎസിന് ഒരു കുഴപ്പമില്ല ഇവരുമായിട്ട്. കാരണം ഇറാനിന് ചുറ്റും ഇവരുടെ 35 ബേസ് ഉണ്ട്. ഇറാന്റെ പക്ഷെ അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് പറ്റത്തില്ല. ബോർഡർ വെച്ചിട്ടല്ല. ഇവര് പറയാറില്ലേ ഡെറ്റ് ടു അമേരിക്ക എന്ന് പറയുന്നത്. ഞാൻ കേട്ടത് എന്തുകൊണ്ട് വെറുതെ പറയുന്നതല്ലോ. അവര് ഇത്രയും 45 കൊല്ലമായിട്ട് US സാങ്ഷനിൽ ഇവർ ജീവിക്കുന്നത്. എന്നിട്ട് ഇവരോട് എത്തിയെന്ന് ആലോചിക്കണം. അല്ല, എനിക്ക് തോന്നുന്ന പ്രശ്നം യുഎസിനല്ല ഇസ്രായേലിനാണ്. 100%. അല്ലെങ്കിൽ കഴിഞ്ഞ 200 വർഷം എടുത്ത് നോക്കൂ. ഇറാൻ ഒരു വാർ തുടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്ക്. കഴിഞ്ഞ 200 വർഷം 1000 വർഷം എടുത്ത് നോക്ക്. ബോംബിട്ട് കഴിഞ്ഞപ്പോ ഇയാൾ പറയും BB ജൂൺ ഇട്ടു, എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല എന്ന് പുള്ളി പറഞ്ഞു. ഡിഫെൻഡ് ചെയ്തേ പറ്റുമോ ആ രീതിയിലായിപ്പോയി പുള്ളി. അല്ലെങ്കിൽ ഇപ്പൊ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിലും ഇസ്രായേൽ കൊണ്ടേ ബോംബിട്ടായിരുന്നെങ്കിൽ US ഇസ്രായേലിനെ സപ്പോർട്ട് തന്നെ ചെയ്തതാണ്. എനിക്ക് തോന്നുന്നില്ല അന്നേരം ബൈഡൻ പറഞ്ഞ പോലെ മാറി നിൽക്കുന്നു.
ബൈഡൻ ബൈഡൻ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ബൈഡൻ പറഞ്ഞു എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്തായാലും പറഞ്ഞിട്ടുണ്ട്. കാരണം ബൈഡൻ എന്താ ഇത്ര ഇവളൊന്നുമല്ല. കാരണം പുള്ളി കുറച്ച് പൊട്ടനായിരുന്നെങ്കിലും മണ്ടനായിരുന്നെങ്കിലും പുള്ളിയാണ് ആരെയും കൊല്ലുന്നത്. ഓൾറെഡി എനിക്കൊന്ന് മറ്റേ പറയുന്ന പൈസ ഉണ്ടാക്കണ്ടായിരുന്നു. അതെ ആ പുള്ളിക്കാണെങ്കിൽ ഒരാൾ ഈ ലെവൽ വേഴ്സ് ആണ്, ഒരാൾ ഈ ലെവൽ വേഴ്സ്. പുള്ളി ഒരു പൊട്ടനാണ് മണ്ടനാണ് എന്തായാലും. പക്ഷെ പുള്ളി എന്നുള്ളതല്ല, പുള്ളി വെറുതെ ആൾക്കാരെ കൊല്ലേണ്ട ആവശ്യമൊന്നും പുള്ളിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. സംഗീത എന്തെങ്കിലും ഫൈനൽ തോട്ട്സ് ഇല്ല അടുത്ത ടോപ്പിൽ പോട്ടെ? എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ഒരു ഫ്രസ്ട്രേഷൻ എനിക്ക് തോന്നുന്ന വാലിഡാണ്. കാരണം നമുക്ക് ഇപ്പോൾ പേഴ്സണലി നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ വലിയ വലിയ ഡിസിഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ലോകത്തെ ഏറ്റവും വലിയ ഡിസിഷൻ എടുക്കാനൊരു ഉള്ളൊരു പൊസിഷനിലാണ് പുള്ളി നിൽക്കുന്നത്. ആൻഡ് പുള്ളി ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ലൈഫ് ഇപ്പോൾ എന്ത് വേണേലും നടക്കാം. പക്ഷേ ആ ഒരു പ്രഷർ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും വലിയ കൺട്രികൾ, ഇത്രയും വലിയ കമ്പനീസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഒരു ഏറ്റവും വലിയ എനർജി ഒരു സംഭവം ഉണ്ടെങ്കിൽ ഫുൾ വേൾഡിനെ കൺട്രോൾ ചെയ്യണേ അത് ഓയിലാണ്. ആ സംഭവം അവർ ബ്ലോക്ക് ചെയ്തെങ്കിൽ അവർക്കിപ്പോൾ ഒന്നും അറിയാനില്ല. ഇപ്പോൾ നമ്മൾ എന്താ പറയണേ 20% ഉള്ളൂ വേൾഡിലെ 20% സപ്ലൈ അവർ ബ്ലോക്ക് ചെയ്തപ്പോൾ തന്നെ ഇത്രയും വലിയൊരു എഫക്റ്റ് വന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയായി വാറ് തീരുവോ ജയിക്കുമോ എന്ത് വേണേലും ചെയ്യട്ടെ, അറ്റ്ലീസ്റ്റ് സ്ട്രേറ്റ് ഓപ്പൺ ആക്കി വിടാന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഞാനാണ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ അടക്കണേ. പെട്രോളിന് വില കൂടി എന്തെങ്കിലും ചെയ്തു തരണം. ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു, അടുത്ത സമയത്ത് ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പം ഞാൻ പേഴ്സണലി ഓർക്കണേ അറ്റ്ലീസ്റ്റ് വാർ നടക്കുവാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. അറ്റ്ലീസ്റ്റ് അവർക്ക് സ്ട്രേറ്റ് ഓപ്പൺ ചെയ്ത് വിടുവാണെങ്കിൽ ആ 20% സപ്ലൈ വരും, നമ്മുടെ റേറ്റ് ബാക്ക് ടു നോർമൽ ആവും. പക്ഷേ അതവർ ചെയ്യുന്നില്ല, അത് ഇറാനാ ചെയ്യാത്ത. അപ്പോൾ ഞാൻ ഇറാൻ്റെ സാധാരണക്കാരുടെ അവസ്ഥ മനസ്സിലാക്കണം. ഇത് ഈ പോഡ്കാസ്റ്റ് ഇറാനും ട്രംപും എല്ലാവരും കാണേണ്ടത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് 20% സപ്ലൈ അവർ ബ്ലോക്ക് ചെയ്ത് ശരിയായില്ല. ആൻഡ് അതുകൊണ്ട് സോ ദാറ്റ് ബീങ് സെഡ് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ തീരുവാണ്. സോ അതുകൊണ്ട് റാപ്പപ്പ് ചെയ്യാണ്. ആൻഡ് എല്ലാവരും ടേക്ക് കെയർ. എന്തെങ്കിലുമൊക്കെ ഫൈനൽ വേർഡ്സ് നമ്മൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. Okay, thank you.